അനന്തോടെ ചന്ദനക്കൂടത്തിന് നാലുമുളം വീരാളെ പറ്റുവേണം തുളുനാടൻ തല വേണം ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി പള്ളിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കിന മീനാണ് മീനും കൊണ്ടറി വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ പഞ്ചായത്ത് ഇതുപോലുള്ള യാത്രകളൊക്കെ കൊണ്ടുപോകാറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മളെ ശബരി ടീം ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട്. കമ്മലിട്ടു പൊട്ടു തൊട്ടു ഇനിതൊന്നും അറിഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഏതാ മറ്റേ ടീച്ചർ, പിന്നെ അല്ലാത്ത ടീച്ചർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഭാര്യ സംസാരിച്ചു. ഞാനത് കേട്ടു, സന്തോഷമായി.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശബരി സ്കൂളിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്നുള്ളൊരു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോ ഏറ്റവും സന്തോഷമായി. അപ്പൊ പിന്നെ എന്താ വെച്ചാ എല്ലാത്തിലും നമുക്ക് ഞാൻ ഏതായാലും കുഴഞ്ഞു കൂടി കിടക്കാം. നമുക്ക് കുറച്ചും കൂടി ജീവിതം ഉള്ളൂ തോന്നുന്നു. പക്ഷെ ആ ജീവിതം സുഖത്തിലായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടിട്ട് പോകുമ്പോൾ വളരെ സന്തോഷമായി. നല്ലതായിട്ടുള്ളതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ കിടക്കുന്നത്. വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എന്നെന്റെ മനസ്സിൽ ഇങ്ങനെ മനസ്സ് പറയുന്നു. ഞങ്ങള് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പ് കുറെ A+കാരെ സൃഷ്ടിക്കൽ മാത്രമല്ല സ്കൂൾ പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മനുഷ്യരെ സൃഷ്ടിക്കലും സ്കൂളിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഒരു ചാരിറ്റി കൂട്ടായ്മ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന പാഥേയം എന്ന പേരിൽ ഞങ്ങൾ രൂപീകരിച്ച ചാരിറ്റി കൂട്ടായ്മയാണ്. കഴിഞ്ഞ വർഷം വൈവിധ്യങ്ങളായ പരിപാടികൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതിന് സോഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി അതിൻ്റെ സോഷ്യൽ ഇൻക്ലൂഷൻ നടത്തിയതിന് ജില്ലയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളുകൾക്ക് അവാർഡ് നൽകുന്ന ചിൽഡ്രൻ റീയുണൈറ്റഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഞങ്ങൾക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന അംഗീകാരം തരികയുണ്ടായി. ശ്രേഷ്ഠ വിദ്യാലയ പദവി പള്ളിക്കുറുപ്പ് ഹൈസ്കൂൾ വിഭാഗത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ചു. കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂള് പാതയം ചാരിറ്റി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇന്ന് നല്ലൊരു ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. നമുക്കറിയാം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കൂടെ നിർത്തുക എന്നുള്ളൊരു മനസ്സ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈ ദിവസം അത് തിരഞ്ഞെടുത്ത നമ്മുടെ സ്കൂളിന്റെ എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത എച്ചുമിനെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മാഷോട് സംസാരിക്കേണ്ടായി. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം നാടിനെയും സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ഒപ്പം നിർത്താൻ കാണിച്ച ഈ മാതൃകാ പ്രവർത്തനം ടീം ശബരിക്ക് എന്നും മുതൽക്കൂട്ടായി മാറുന്നില്ല, യാതൊരു സംശയമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിച്ച ശബരി ടീമിന് ഒരുപാട് നന്ദി. ഇത് ഞാൻ ഇങ്ങനെ ഇതിന് മുന്നേ വേറെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്, അവൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിലും നല്ലൊരു ഇത് കിട്ടി. ഞാൻ എൻ്റെ ഗുരുനാഥന്മാരൊപ്പം ആയപ്പോൾ ഒരുപാട് ഒരു ഇതുണ്ട്. ഒരു സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായ കുറച്ച് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കൂടെയുള്ള യാത്രയിൽ അവർക്കൊരു വയ്യായും ഉള്ളതായി ഞങ്ങൾക്ക് തോന്നിയില്ല. എന്തായാലും ഞങ്ങളൊരു പുതിയൊരു പദ്ധതി സൊളൈസ് എന്ന് പറഞ്ഞ പദ്ധതി, സൊളൈസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സ്വാന്തനമേകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സാന്ത്വനത്തിന് വേണ്ടിയാണ് നമ്മള് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതില് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെ സഹകരിക്കുകയും അവരെല്ലാ പരിപാടി, അതായത് പാടാനും ആടാനും കുട്ടികളും എല്ലാവരും ഒത്തുചേർന്ന് ഞങ്ങൾക്കൊരു ദിവസം വളരെ ഫലവത്തായി എന്ന് തന്നെ തോന്നുന്നു. അതുപോലെ നമ്മുടെ കൂടെ വന്ന ആശാവർക്കർമാരുണ്ട്, അതേപോലെ തന്നെ പഞ്ചായത്ത് ആൾക്കാരുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചു. ആദ്യം തുടങ്ങുമ്പോൾ വിചാരിച്ചു ഇത്രയും ആൾക്കാരൊന്നും വരും എന്ന് തോന്നിയില്ല. നമുക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പദ്ധതി, അതായത് ഈ ഒരു യാത്ര ചെയ്യാൻ ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകുന്നു ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വളരെ സഹായത്തോടു കൂടി ജസീറ മാഡം നമുക്ക് വേണ്ട ലിസ്റ്റുകളും
പ്രവർത്തനങ്ങളും ശക്തിയും ഒക്കെ നമ്മുടെ കൂടെ തന്ന് നമ്മളെ ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് സഹായിച്ചു. ഞങ്ങൾ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, ഇനിയും നമ്മൾ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരും പാതയത്തിന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.